പ്രിയപ്പെട്ടവരെ, ഈ വേദിയിലിരിക്കേണ്ട എല്ലാവരും ഇന്ത്യൻ കോഴ്സ് ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. 3:30 to 4 എന്നാണ് ആദ്യത്തെ അനൗൺസ്മെൻറ്റ് നമുക്ക് കിട്ടിയത്. ഇത് ചേഞ്ച് ആയത് നമ്മൾ വളരെ വൈകിയാണ് അറിയുന്നത്. പാപ്പാത്തി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന 4 പുസ്തകങ്ങളുടെ പ്രകാശനമാണ്. വി ജയദേവ് എഴുതിയ ഇൻകുലാബ്, ആരെയും ഭൂമിയുടെ കാമുകനായിരുന്ന വഴിവിട്ട വഴിയെ എന്ന യാത്രാവിവരണം, ഡോക്ടർ M.A. സിദ്ദിഖ് എഴുതിയ മോഹൻലാൽ മലയാളത്തിൻ്റെ മലയാള കവിത, അരുൺ ടി വിജയൻ വിവർത്തനം ചെയ്ത തമിഴിൽ നോവലായ കൽക്കി കൃഷ്ണമൂർത്തിയുടെ പാർത്ഥിപൻ കനവ്. കറക്റ്റ് ടൈമാണ്, പ്രതിവേശി കൃത്യമായിട്ട് എത്തി. അപ്പം കായംകുളത്തിൻ്റെ MLA ആണ് യു പ്രതിഭ. ഞാൻ പേഴ്സണലി നിങ്ങളെ ആരെയും ഒന്നും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എനിക്ക് പ്രതിഭേശിയായിട്ട് എൻ്റെ SFI കാലഘട്ടം തുടങ്ങിയുള്ളൂ സൗഹൃദമാണ്. എനിക്ക് പ്രതിഭേച്ചിനെ ഒരിക്കൽ പോലും ഫോണിൽ നേരിട്ട് വിളിച്ച് ഒരാവശ്യം പറയേണ്ടതായിട്ട് വന്നിട്ടില്ല. കാരണം അമൽ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പ്രൈവറ്റ് സെക്രട്ടറി കൃത്യമായിട്ടും പ്രതിഭേച്ചിയുടെ എല്ലാ കാര്യങ്ങളും ചാർട്ട് ചെയ്യുകയും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അമൽ ഒരു ജീവശാസ്ത്രം പോലെ തന്നെ പ്രതിഭേച്ചിയുടെ കൂടെ നിൽക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കൃത്യമാണ്, എല്ലാ കാര്യങ്ങളിലും കൃത്യമായ ഇടപെടൽ അമലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അത് കാരണം അമലിനോട് ഈ വേദിയിൽ ഹൃദയത്തിൻ്റെ ഭാഷയിലൊരു നന്ദി പറയുന്നുണ്ട്. പ്രതിഭേച്ചി ഞങ്ങളുടെ ആദ്യത്തെ ബുക്ക് സ്റ്റാള് കായംകുളത്ത് കോഫി വിത്ത് ബുക്സ് എന്നും പറഞ്ഞ് ആദ്യത്തെ ബുക്ക് സ്റ്റാള് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിഭേച്ചിയാണ്. പ്രതിഭേച്ചിനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ദേശാമാന്യയുടെ സൺഡേ സപ്ലിമെൻ്റ് എഡിറ്റർ അജയേട്ടനാണ്. KR അജയൻ. ഞാൻ എന്നെ പറയുമ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നരുത്, ഞാൻ വിളിക്കുന്ന അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. KR അജയൻ. അജയേട്ടന് ഈ പറഞ്ഞ പോലെ എൻ്റെ സീനിയർ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എഴുത്തിലൂടെ SFI കഴിഞ്ഞ ദിവസം ഷംസീറേട്ടൻ ചോദിച്ചു, വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്ന് വന്നതിനെ കഴിഞ്ഞ് നീ SFIയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്നു എന്ന് പറയാൻ നിനക്ക് എന്തെങ്കിലും ചമ്മലുണ്ടോ എന്ന് ഷംസീറേട്ടൻ കഴിഞ്ഞ ദിവസം ഒരു വേദിയിൽ ചോദിച്ചു. അപ്പം ചമ്മലുണ്ടായിട്ടൊന്നുമല്ല, പറയുമ്പോൾ ഒരു ആലങ്കാരികമായിട്ട് പറഞ്ഞോട്ടെ. വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFIയുടെ ഭാഗമായിട്ടിരുന്ന അജയേട്ടനാണ് ഒരു പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. അജയേട്ടനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. PT മുഹമ്മദ് സാദിഖ്. ഏതാണ്ട് നീണ്ട 20-22 വർഷത്തെ എൻ്റെ ഒരു 18-19 വയസ്സിൽ തുടങ്ങിയ സൗഹൃദം സാദിഖേട്ടൻ്റെ എഴുത്തിൽ കൂടെയാണ് സാദിഖേട്ടനിലേക്ക് ഞാൻ എത്തുന്നത്. സാദിഖേട്ടൻ കാഞ്ചനമാലയും മൊയ്തീനും മാതൃഭൂമിയിൽ ആഴ്ചപ്പതിലെത്തുമ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞു പ്രായമാണ്. അത് വായിച്ചിട്ട് സാദിഖേട്ടനൊരു ചെറിയ കത്തെഴുതി തുടങ്ങിയുള്ള സൗഹൃദമാണ്. സാദിഖേട്ടനെ നിരവധി നോവലുകളും ചെറുകഥകളും ആർട്ടിക്കിളും എഴുതുന്ന മലയാളത്തിൻ്റെ നിറസാന്നിധ്യമായ ഡോക്ടർ PT മുഹമ്മദ് സാദിഖിനെ, ഡോക്ടറും തെറ്റിപ്പോകുന്ന അഡ്വക്കറ്റാണ്, PT മുഹമ്മദ് സാദിഖിനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറി രാഹുൽ. ഈ പറഞ്ഞ പോലെ 10-15 വയസ്സുള്ളപ്പോൾ തൊട്ട് എൻ്റെ ഒരു കൂടപ്പുറപ്പായി കൂടെ നടന്ന് നിൽക്കുന്ന ആളാണ്. രാഹുലിൻ്റെ കവിതകൾ മലയാളികൾ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ ചർച്ച ചെയ്യപ്പെടട്ടെ രാഹുലിൻ്റെ കവിതകൾ. ഈ വേദിയിലേക്ക് രാഹുലിനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്താനുള്ളത് ഷാജഹാനാണ്. വന്നൊരു വണ്ടി ഒരു ബ്ലോക്കിലാണ്, ഇത് തീരുന്നതിന് മുമ്പ് ഇവിടെ എത്തുമെന്നാണ് കരുതുന്നത്.
SFIയുടെ കോട്ടയം ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും DYFIയുടെ സംസ്ഥാന കമ്മിറ്റിയുമായിരുന്ന, നിരന്തരം സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഇടപെടുകയും ചെയ്തുകൊണ്ടിരുന്ന ഷാജഹാനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ വേദിയുടെ ഐശ്വര്യമായ എഴുത്തുകാരെയാണ് സ്വാഗതം ചെയ്യേണ്ടത്. ഡോക്ടർ MA സിദ്ദിഖ് മാഷിൻ്റെ ഇപ്പം 3ാമത്തെ പുസ്തകമാണ് പാപ്പാത്തി ചെയ്യുന്നത്. മോഹൻലാൽ എന്ന മലയാള കവിത. മാഷ് മാതൃഭൂമിയിലാണ് ഈ ആർട്ടിക്കിൾ എഴുതുന്നത്. ആർട്ടിക്കിൾ എഴുതി വായിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഒരു പുസ്തകത്തിലേക്ക് നമുക്ക് പോകാം അല്ലേ എന്ന് പറഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ ആ ആർട്ടിക്കിൾ വിപുലീകരിച്ച് അതിൻ്റെ അന്തസത്ത ഒട്ടും കുറയാതെ പ്രസിദ്ധീകരണ യോഗ്യമാക്കിയ സിദ്ദിഖ് മാഷ് ഇവിടെ എത്തിയിട്ടുണ്ട്, ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സിദ്ദിഖ് മാഷിനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. സിദ്ദിഖ് മാഷ് ഒരു എഴുത്തുകാരനായിട്ടല്ല എൻ്റെ കൂടെ നിൽക്കുന്നത്, എൻ്റെ ഒരു കൂടപ്പിറപ്പിനെ പോലെ, അല്ലെങ്കിൽ അതിലുപരി അതിലും മേളിൽ ഒരാളായിട്ട് എന്നെ ചേർത്ത് നിർത്തി കൊണ്ടു നടക്കുന്ന ഒരാളും കൂടെയാണ്. പാപ്പാത്തി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി കൊണ്ടു നടക്കുന്ന ഒരാളും കൂടുന്നു. ഈ വേദിയുടെ മുഖ്യാതിഥി മധുപാലാണ്. മധുചേട്ടൻ ഇപ്പം കോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ എത്തിയെന്നാണ് ഞാൻ കരുതുന്നത്. മധുചേട്ടനെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജയദേവേട്ടൻ്റെ 2 പുസ്തകങ്ങളാണ്, ജയദേവൻ്റെ 2 പുസ്തകങ്ങളാണ് ഈ വേദിയിൽ പ്രകാശനം ചെയ്യുന്നത്. ഈങ്കുലാബും ആരെയും ഭൂമിയുടെ കാമുകനാക്കുന്ന വഴിവിട്ട വഴിയെ എന്ന ട്രാവൽ ലോഗും. ജയദേവേട്ടനെ ഈ വേദിയിലേക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് പാപ്പാത്തയുടെ ക്രിയേറ്റീവ് എഡിറ്റർ കൂടിയായ അരുൺ D. വിജയൻ. അരുണിൻ്റെ പാപ്പാത്തിൽ തന്നെ 5ാമത്തെ പുസ്തകമാണ്. ഈ വർഷം 10 ആഫ്രിക്കൻ നോവലുകളാണ് അരുൺ വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10 ആഫ്രിക്കൻ നോവലുകൾ. മലയാളത്തിലേക്ക് ആഫ്രിക്കൻ നോവലുകൾ അധികം വന്നതായിട്ട് അറിയത്തില്ല. അപ്പം ആഫ്രിക്കൻ നോവലുകളുടെ വിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അരുണ്. പുതിയ പുസ്തകങ്ങൾക്കും പുതിയ എഴുത്തിലേക്കും കൂടുതൽ ഊർജം അവനുണ്ടാകട്ടെ എന്നും കൂടെ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ആദ്യം പ്രതിഭച്ചനെ സംസാരിക്കാൻ ആദ്യം വിളിക്കുകയാണ്. കാരണം ഇതിനകത്തൊരു ക്ഷമാപണം നടത്തിക്കൊണ്ടാണ്. എന്നാൽ അജയേട്ടനെ വിളിക്കാം. എന്നാൽ അജയേട്ടനെ വിളിക്കുവാണ്. എല്ലാവർക്കും ഒരു ക്ഷമാപണമുണ്ട്. കാരണം ഇത് പുസ്തകം പ്രിൻ്റ് ചെയ്ത് ഇന്നലെയാണ് വരുന്നത്. അപ്പോൾ ആർക്കും ഇതിൻ്റെ കോപ്പി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പുതിയ പുസ്തകങ്ങളാണ്, ആർക്കും ഇതിൻ്റെ കോപ്പി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷമാപണം ഇതിൻ്റെ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. അപ്പം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട യാത്രാ എഴുത്തുകാര, നിങ്ങളെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ വേദിയിലേക്ക് ക്ഷമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞത് സത്യമാണ്. ഇതിലെല്ലാ പുസ്തകവും വായിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പുസ്തകത്തെ വിലയിരുത്തിക്കൊണ്ട് അധികമായി സംസാരിക്കാനും കഴിയില്ല. പിന്നെ നമ്മുടെ സമയക്കുറവുണ്ട്. ഇവിടെ ജയദേവൻ്റെ 2 പുസ്തകങ്ങളാണ് വരുന്നത്. അതിൽ ആരെയും ഭൂമിയുടെ കാമുകനാക്കുന്ന വഴിവിട്ട വഴിയെ എന്ന പുസ്തകം വളരെ മനോഹരമായ പുസ്തകം. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലൂടെ, ഹിമാലയൻ പ്രദേശങ്ങളിലൂടെ അല്ലെങ്കിൽ ചരിത്രഭൂമികളിലൂടെ ഉള്ള യാത്രയാണ്. യാത്ര എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. കാരണം ഇതിലെ പകുതിയോളം യാത്രകൾ ഞാൻ പല പ്രസിദ്ധീകരണങ്ങളിലും വായിച്ചിട്ടുള്ളതാണ്. ഇതിൽ കുറേ സ്ഥലങ്ങളിൽ ഞാൻ നേരിട്ട് യാത്ര ചെയ്തിട്ടുള്ളതുമാണ്. പക്ഷെ അവിടെയെല്ലാം, ഈ യാത്രകളിലെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു പ്രത്യേക തലം, നമ്മൾ പറയില്ല, ഒരു മാനുഷിക തലം കണ്ടെത്തുന്നതിന് വേണ്ടി ജയദേവന് കഴിഞ്ഞിട്ടുണ്ട്. ജയദേവൻ്റെ യാത്രകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. യാത്രാ പുസ്തകം എന്നുള്ള തരത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ പുസ്തകം കാണുന്നത്. അതുമാത്രമല്ല, അതിൻ്റെ വല്ലാത്ത തലക്കെട്ടാണ്, ആരെയും ഭൂമിയുടെ കാമുകനാക്കുന്ന വഴിവിട്ട വഴിയെ. ഇതിനകത്ത് മാനാഗ്രാമത്തിലെ യാത്രയെക്കുറിച്ച് പറയുന്നുണ്ട്, വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക് ഉള്ള യാത്രയെക്കുറിച്ച് പറയുന്നുണ്ട്, ഗോവിന്ദാഘട്ട് പറയുന്നുണ്ട്.
ഇത്തരം പ്രദേശങ്ങൾ, പിന്നെ ഗാന്ധിജിയുടെ പിന്നെ ജന്മഭൂമിയെക്കുറിച്ചുള്ള യാത്രകൾ, ഒരുപാട് ഓരോന്നും പ്രത്യേകം പറയുന്നില്ല, അത്തരത്തിലുള്ള യാത്രകളുടെ സമാഹാരമാണ് ഇൻക്വിലാബ്. ഞാൻ വായിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് കാര്യമായൊന്നും പറയാനും കഴിയില്ല. മറ്റൊന്ന് പാർത്ഥിവൻ കനവാണ്. പാർത്ഥിവൻ കനവ് ചോളരാജാവായിരുന്ന പാർത്ഥിവൻ്റെ കഥയാണ്. അത് ഇന്നത്തെ പ്രത്യേക സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണം ഈ കൽക്കിയുടെ പാർത്ഥിവൻ കനവ് എന്ന പുസ്തകം വായിക്കേണ്ടത്. ഇന്ന് രക്തച്ചൊരിച്ചിലുകളൊന്നുമില്ലാതെ തന്നെ, ഒരു തുള്ളി രക്തം പൊടിയാതെ തന്നെ എവിടെയും അധികാരം സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അധികാരത്തിൻ്റെ, അല്ലെങ്കിൽ പുതിയ കാല ഫാസിസത്തിൻ്റെ പുതിയ രൂപമാണ് ചോര പിടിക്കാതെ, ഒരു തുള്ളി പോലും ചോര പിടിക്കാതെ എവിടെയും അധികാരം കൈയാളുക എന്നുള്ളത് നമ്മൾ ലോകത്ത് പുതിയ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ പാർത്ഥിവൻ കനവ് വായിക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ബോധ്യപ്പെടുക അത്തരം ഒന്നാണ്. അത് ഒരു മിത്തിക്കലായിട്ടുള്ള ചോളരാജാവ് പാർത്ഥിവനും അദ്ദേഹത്തിൻ്റെ ഒരു സ്വതന്ത്ര രാജ്യം സ്ഥാപിക്കണം, അല്ലെങ്കിൽ സാമ്രാജ്യം സ്ഥാപിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ജീവിക്കുമ്പോൾ അതിന് കഴിയാതെ വരികയും മകൻ അതിൻ്റെ ചുമതല ഏറ്റെടുക്കുകയും അവിടെ നിന്ന് അദ്ദേഹം ഈ രാജ്യങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ലോകം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള യാത്രക്കിടയിൽ കലാപമുണ്ടാവുകയും അദ്ദേഹം വിട്ടുപോവുകയും ഒക്കെ ചെയ്തിട്ട് പിന്നെ തിരികെ വരുന്നു, പ്രണയവും ഒക്കെ വരുന്ന ഒരു മനോഹരമായ ഒരു നോവലാണ്. അത് എല്ലാവരും വായിക്കണമെന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഇത് പറഞ്ഞു വരുമ്പോൾ ലോകസാഹിത്യത്തിലെ പല കൃതികളുമായും ഇതിന് താരതമ്യപ്പെടുത്താൻ പറ്റും. നമ്മൾ ഉളീസസിനെ പോലെയൊക്കെയുള്ള എത്രയോ കവിതകളും കഥകളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഈ നോവലുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാനാവും. മൂന്നാമത്തേത് ഡോക്ടർ എം എ സിദ്ദിഖിൻ്റെ മോഹൻലാൽ എന്ന മലയാള കവിതയാണ്. ഇത് ഒരു വല്ലാത്ത തരത്തിലുള്ളൊരു പരീക്ഷണമാണ്. മോഹൻലാലിൻ്റെ ജീവിതത്തിലൂടെ, മോഹൻലാലിൻ്റെ ആദ്യത്തെ സിനിമ മുതൽ ഏറ്റവും ഒടുവിലത്തെ ഈ പുസ്തകം എഴുതുന്നതിന് തൊട്ടു മുമ്പുള്ള സിനിമകൾ വരെയുള്ള ആ സിനിമകളുടെ പ്രധാന കഥാപാത്രങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മലയാള കവിതയും ലോക കവിതയും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയുമായി ബന്ധപ്പെടുത്തി പറയുന്നതാണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രൻ മുതൽ ഏറ്റവും അവസാനത്തെ സിനിമകൾ വരെയുള്ള ഓരോന്നിൻ്റെയും, കിരീടം സിനിമയിലെ പിന്നെ സേതുമാധവൻ ഉൾപ്പെടെയുള്ള ഈ കഥാപാത്രങ്ങളെല്ലാം അതാത് കാലത്തെ നമ്മുടെ കവികളെ, മലയാളത്തിലെ കവികളെ, അല്ലെങ്കിൽ നെറൂദയെ പോലുള്ള കവികളെ എല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് ഓഷോയെക്കുറിച്ച് മോഹൻലാൽ പറയുമ്പോൾ മോഹൻലാലിൻ്റെ വരികളെ നെറൂദ എങ്ങനെയാണ് പുതിയ കാലത്തെ കവിതകളെ കണ്ടിരുന്നത്, അല്ലെങ്കിൽ ആ കാലത്തെ കവിതകളെ നെറൂദ എങ്ങനെ കണ്ടിരുന്നു, അതിന് മോഹൻലാലുമായുള്ള സാമ്യം, ഇങ്ങനെ ഓരോന്നായി. പിന്നെ പി കുഞ്ഞിരാമൻ നായർ, വള്ളത്തോൾ നാരായണ മേനോൻ ഉൾപ്പെടെയുള്ള ഒരുപാട് കവികളും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും ഒരു യഥാർത്ഥത്തിൽ മോഹൻലാൽ എന്ന് പറയുന്നത് ശരീരം കൊണ്ട് തന്നെ ഒരു കവിയാണ്, അല്ലെങ്കിൽ കവിയല്ല കവിതയാണ് മോഹൻലാൽ എന്ന് സമർത്ഥിക്കുന്ന ഒരു വളരെ അവഗാഹമുള്ള ഒരു എഴുത്ത് രീതിയാണ് ഇതിനകത്ത് സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ ഈ പുസ്തകങ്ങളെക്കുറിച്ച് കൂടുതൽ ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ പുസ്തകങ്ങൾ എഴുതിയ ആളുകളെല്ലാം വ്യക്തിപരമായി എനിക്ക് പരിചയമുള്ളതാണ്. വളരെയേറെ സന്തോഷമുണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്തതിന്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് സമയക്കുറവ് കാരണം അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായ PT മുഹമ്മദ് സാദിഖിനെ വേദിയിലേക്ക് ക്ഷണിക്കും. പാപ്പാത്തിയുടെ എല്ലാമായ സന്ദീപ് പറഞ്ഞതുപോലെ പുസ്തകങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ വന്നതിന് ശേഷമാണ് കാണുന്നത്. വി ജയദേവിൻ്റെ ഇൻക്വിലാബ് എന്ന നോവലും ആരെയും ഭൂമിയുടെ കാമുകനാക്കുന്ന വഴിവിട്ട വഴിയെ എന്ന യാത്രാ വിവരണവുമാണ് ഇന്ന് പ്രകാശനം ചെയ്ത 2 പുസ്തകങ്ങൾ. പിന്നീട് ഡോക്ടർ എം എ സിദ്ദീഖിൻ്റെ മോഹൻലാൽ എന്ന മലയാള കവിത എന്ന പുസ്തകവും അരുൺ ടി വിജയൻ വിവർത്തനം ചെയ്ത കൽക്കിയുടെ പാർത്ഥിവൻ കനവ് എന്ന പുസ്തകവുമാണ് പ്രകാശനം ചെയ്യുന്ന മറ്റ് 2 പുസ്തകങ്ങൾ. പാപ്പാത്തിയുമായി അതിൻ്റെ തുടക്കം മുതൽ ബന്ധപ്പെടാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. പാപ്പാത്തി ആദ്യമായിട്ട് ജന്മം കൊള്ളുന്നത് തന്നെ ഡോക്ടർ VC ഹാരിസിനെ കുറിച്ചുള്ള ഡിഫറൻസ് എന്ന ഡോക്ടർ NV മുഹമ്മദ് റാഫി എഡിറ്റ് ചെയ്ത ഒരു പുസ്തകത്തോടു കൂടിയാണ്. പൊളിറ്റിക്കലായിട്ടുള്ള കുറേ പുസ്തകങ്ങളായിരുന്നു ആദ്യകാലത്ത് പാപ്പാത്തി ഇറക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ പാപ്പാത്തിക്ക് മലയാള പ്രസാധക മേഖലയിൽ ഒരു വേറിട്ട സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തികച്ചും വ്യത്യസ്തമായ 4 പുസ്തകങ്ങളാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നത്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, കാരണം ഒരു പുസ്തക പ്രകാശന വേദിയിൽ സംസാരിക്കേണ്ടത് പുസ്തകങ്ങളെക്കുറിച്ചാണ്. പുസ്തകങ്ങൾ വായിക്കാത്തത് കൊണ്ട് അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. ഏതായാലും അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. അടുത്ത നമുക്ക് പുസ്തക പ്രകാശന കർമ്മത്തിലേക്ക് കിടക്കാം. മതിച്ചേട്ടൻ ഇവിടെ തൊട്ടടുത്ത് PMGയിലോ മറ്റോ ബ്ലോക്കിൽ പെട്ട് നിൽക്കുവാണ്.
എന്തായാലും തീരുന്നതിന് മുമ്പ് അവിടെ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് മതിച്ചേട്ടൻ്റെ കർമ്മം കൂടെ പ്രതിഭേച്ചി ഏറ്റെടുക്കണം എന്ന് പറയുന്നു. ആദ്യം തന്നെ മോഹൻലാൽ എന്ന മലയാള കവിത പുസ്തകത്തിൻ്റെ പ്രകാശനം യു പ്രതിഭ ഏറ്റുവാങ്ങുന്നത് KR അജയൻ. അടുത്ത പുസ്തകം ജയദേവേട്ടൻ്റെ 2 പുസ്തകങ്ങളുമാണ്. ഈങ്കുലാബും ആരെയും ഭൂമിയുടെ കാമുകനാക്കുന്ന വഴിവിട്ട വഴിയെ. 2 പുസ്തകവും ഇവർ തന്നെയാണ് പ്രകാശനം ചെയ്യുന്നതും ഏറ്റുവാങ്ങുന്നതും. അടുത്ത പുസ്തകം പാപ്പാത്തിയുടെ ക്രിയേറ്റീവ് എഡിറ്ററും കൂടിയായ അരുൺ ഡി വിജയൻ വിവർത്തനം ചെയ്ത പാർത്ഥിവൻ കനവാണ്. അത് പ്രകാശനം ചെയ്തതിനു വേണ്ടി പ്രിയപ്പെട്ട MLA പ്രതിഭ ഹരി യു പ്രതിഭയെയും കുഴപ്പമില്ല KR അജയനെയും. പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുന്നതിനായി പ്രിയപ്പെട്ട പ്രതിഭ ചേച്ചിനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ ഈ ടൈം ഭയങ്കര കറക്റ്റ് ആയതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യാൻ സാധാരണ നമ്മൾ എത്ര നേരം വേണേൽ വെയിറ്റ് ചെയ്ത് കുറേ സമയമൊക്കെ ഇരിക്കാമെന്ന് ഓർക്കും. പക്ഷെ ഇത് കാണുമ്പോഴത്തേക്കും ഒരു ടെൻഷനുണ്ട്. സാറിൻ്റെ പുസ്തകമുണ്ടോ? ഇറങ്ങിയില്ലല്ലേ? കഴിഞ്ഞല്ലോ. ഇവിടെ ഉണ്ടോ? ഉണ്ടോ? ഇന്ന് ഒരുപാട് സന്തോഷത്തോടെയാണ് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്. കാരണം എനിക്ക് വീട് വന്ന ഒരു മഹാഭാഗ്യമാണ്. പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിയാന്ന് വെച്ചാൽ അതൊരു നല്ല ഏറ്റവും മനോഹരമായൊരു നിമിഷമാണ് ഏത് മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ വന്നിട്ട് ഒരു പിടി പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ, മനോഹരമായ നല്ല പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാനായിട്ട് പാപ്പാത്തി ബുക്സ് എനിക്കിവിടെ ഒരു ഭാഗ്യമാണ് ശരിക്കും. സന്ദീപ്, താങ്ക് യു സോ മച്ച് അത്രയും ഒരു വേദി തന്നതിന്. പ്രിയപ്പെട്ട ഇവിടെ ഇതിൻ്റെ കഥാകൃത്തുക്കളും അതുപോലെ തന്നെ വിശിഷ്ടാതികളും ഇവിടെയുണ്ട്. ജയദേവൻ സാറുണ്ട്, PT മുഹമ്മദ് സാദിഖ്, ഡോക്ടർ MA സിദ്ദിഖ് സാറ്, അതുപോലെ തന്നെ KR അജയൻ സഖാവ്, നമ്മളുടെ മനോഹരമായ മറ്റൊരു ബുക്ക് വിവർത്തനം ചെയ്തിരിക്കുന്ന അരുൺ T വിജയൻ അടക്കം ഈ വളരെ ധന്യമായ ഒരു വേദിയും അതുപോലെ തന്നെ ധന്യമായ സദസ്സും യാദൃശ്യമായിട്ടാണെങ്കിലും പള്ളിക്കൽ ദേവരാജൻ സാറ് യാദൃച്ഛികമായിട്ടാണ് തികച്ച് ഞാനിവിടെ കണ്ടുമുട്ടിയത്. കാരണം എഴുത്തും വായനയും ചിന്തയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും നിങ്ങളൊക്കെ കാണും എന്നറിയാം. എപ്പോഴെങ്കിലുമൊക്കെ ഈ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായിട്ട് വരും എന്നറിയാം. അങ്ങനെ ധാരാളം മനുഷ്യരിവിടെയുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വളരെ സന്തോഷത്തോടെ ഇൻകുലാബ് എന്ന ജയദേവൻ സാറിൻ്റെ ഇൻകുലാബും അതുപോലെ തന്നെ പാർത്ഥിബൻ കനവ് എന്ന അരുൺ T വിജയൻ്റെ വിവർത്തനവും മോഹൻലാൽ എന്ന മലയാള കവിത ഡോക്ടർ സിദ്ദിഖ് സാറിൻ്റെ മനോഹരമായ മറ്റൊരു പുസ്തകവും അതിൽ എനിക്ക് ഏറ്റവും എല്ലാം മനോഹരമാണ്. പക്ഷേ പേരും ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. ശരിക്കും ഒരു ട്രാവലോഗാണ്, പൊളിറ്റിക്കൽ ട്രാവലോഗാണ്. ആരെയും ഭൂമിയുടെ കാമുകനാക്കുന്ന വഴിവിട്ട വഴിയെ. അതൊരു ആ പേരിൽ തന്നെ ഉണ്ട് എല്ലാം. ഞാനും നേരത്തെ ഇവിടെ സഖാവ് പറഞ്ഞതുപോലെ, അജയൻ സാവ് പറഞ്ഞതുപോലെ ഞാനും വായിച്ചിട്ടില്ല ഇതപ്പോൾ വായിക്കാതെ പുസ്തകങ്ങളെ പറ്റി പറഞ്ഞു പെട്ടെന്നൊന്ന് പോയപ്പോഴാണ് അറിഞ്ഞത്. ഇവിടെ ഈ പാർത്ഥിബൻ കനവ് കൽക്കി അതിൽ മഹാബലിപുരം എന്ന മനോഹരമായിട്ടുള്ള ഒരു ആ ഒരു പട്ടണം എങ്ങനെ ഒരു ശില്പനഗരമായി മാറി എന്നുള്ള ഒരു
കണ്ടൻ്റാണ് അതിൽ വരുന്നത്. അതിലൂടെ ചരിത്രത്തിലൂടെ ഒരു സഞ്ചാരവും തീർച്ചയായിട്ടും നമുക്കതിൽ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ മോഹൻലാൽ എന്ന മലയാള കവിത നമുക്കറിയാം, ഇതിനകത്ത് ചെറിയ ബുക്കാണ്, പക്ഷേ ഇതിന് വലിയ വായനക്കാരുണ്ടാവും തീർച്ചയായിട്ടും. സിദ്ദിഖ് സാറിൻ്റെ ഈ രചന ഇവിടെ പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു. ഒപ്പം ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രയാസം എല്ലാവരും അനുഭവിക്കപ്പെടുന്ന ഐഡൻറ്റിറ്റി ക്രൈസിസ് തന്നെയാണ്. ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടു പോകുന്ന ധാരാളം മനുഷ്യരെ നമ്മൾ കാണാറുണ്ട്. നമ്മളല്ലാതായി പോകും ചില സാഹചര്യങ്ങളിൽ. അപ്പം നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ സഫോക്കേറ്റഡ് ആവുന്ന സമയമാണ്. ഞാൻ പലപ്പോഴും പലരോടും പറയാറുണ്ട്, നമ്മൾ ഉച്ചത്തിൽ പ്രതികരിച്ചാൽ ഇങ്ങനെ പറയരുത് എന്ന് പറയാറുണ്ട്, അല്ലേ? അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറഞ്ഞാൽ ഒരുപാട് വിമർശനങ്ങൾ, ഇപ്പോൾ ഈ ആധുനിക കാലത്ത് ട്രോളും അതുപോലെ തന്നെ സൈബർ അറ്റാക്കും ഒക്കെ നേരിടേണ്ടി വരും. അപ്പം നമ്മൾ ചിലപ്പോൾ ഓർക്കും നമ്മളല്ല എന്ന് നമ്മൾ ഓർക്കും. ആ തരത്തിൽ എന്താ പറയണ്ടേ, നിശബ്ദരാക്കപ്പെടുന്ന ധാരാളം മനുഷ്യരുണ്ട്. ഒരു ഫാസിസ്റ്റ് ആശയങ്ങളുടെയൊക്കെ ഒരു പ്രശ്നമാണത്. എങ്കിലും നമുക്കറിയാം, നമ്മൾ പരമാവധി അതിൽ നിന്നൊക്കെ സടകുടഞ്ഞ് മാറാൻ ശ്രമിക്കുമ്പോൾ പോലും ധാരാളം ആളുകൾ അങ്ങനെ എവിടെയൊക്കെയോ ഒറ്റപ്പെട്ട് പോകുകയെന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് പോകുന്ന മനുഷ്യൻ അങ്ങേറ്റവും ശ്വാസം മുട്ടലായിരിക്കും അനുഭവിക്കുന്നത്. അപ്പോൾ അത്തരം ചില ഈ വായനയിലൂടെ പോകുമ്പോൾ നമുക്ക് അത്തരം കഥാപാത്രങ്ങളുമായിട്ട് കണ്ടുമുട്ടി മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ഒപ്പം എനിക്ക് ഈ ട്രാവലോഗ്, ഞാൻ ആദ്യം തന്നെ പറയും, ട്രാവലോഗിൻ്റെ പേരാണ്. നമ്മൾ എന്തും നമുക്ക് മറക്കാൻ കഴിയുന്നത്, ഏത് പ്രയാസങ്ങളും നമുക്ക് അതിജീവിക്കാൻ കഴിയുന്നത് നമ്മൾക്ക് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ഇറങ്ങി പ്രകൃതിയുമായി കുറച്ച് സമയം നമുക്ക് ചെലവഴിക്കുമ്പോഴാണ്. അപ്പം ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചാൽ, അടുത്ത കാലത്ത് നിയമസഭയുടെ ഭാഗമായി ഒരു ദ്വീപ സമൂഹത്തിലേക്ക്, കരീബിയൻ ദ്വീപ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകാൻ കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെയും മനുഷ്യർ ജീവിക്കുന്നുണ്ട്. എല്ലാം മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ട്, എവിടെന്നെങ്കിലുമൊക്കെ വരുന്ന കപ്പലുകളെ ആശ്രയിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വസ്ത്രവും ഭക്ഷണവും ഒക്കെ മാത്രം കഴിച്ച് ജീവിക്കാൻ വിധിക്കപ്പെടുന്ന ദ്വീപുകളിലെ മനുഷ്യർ, അവിടെ ഒന്നും തന്നെ പ്രത്യേകിച്ച് അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളില്ല, കൃഷിക്കും സാഹചര്യങ്ങളില്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്, ഒരു പക്ഷേ നിയമസഭയിൽ നിന്ന് പോയില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ആ സ്ഥലമൊന്നും കാണാനുള്ള, കാരണം അത്രയധികം ഫ്ലൈറ്റ് ചാർജും ടിക്കറ്റും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പോകാൻ കഴിയുന്നില്ല. പക്ഷേ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്, ഒരു യാത്ര ഒരു മനുഷ്യനെ എത്രത്തോളം മാറ്റും എന്നുള്ളതാണ്. ഒരുപാട് ചിന്തകൾ തരും. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാൾ വലിയ അനുഭവമാണെന്ന് തോന്നും ചിലപ്പോൾ ഒരു യാത്ര ചെയ്ത് വരുമ്പോഴത്തേക്കും. പക്ഷെ അതിനെ പിന്നെ യാത്ര അനുഭവമാക്കി മാറ്റുമ്പോൾ നമ്മൾ പോയ ഇടങ്ങളെ നമ്മൾക്ക് നാട്ടിലിരിക്കുന്നവർക്ക് കൂടി അവർ യാത്ര ചെയ്യാതെ അത് അനുഭവവേദ്യമാക്കി കൊടുക്കാൻ അപാരമായ കഴിവാണ്. ഇതിനെല്ലാം ഉപരിയായിട്ട് എഴുത്തെന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല എന്ന് എനിക്ക് എഴുതാനായിട്ട് ചിന്തിക്കാനേ കഴിയുള്ളൂ. ഞാൻ ഭയങ്കരമായിട്ട് മടി പിടിക്കാറുണ്ട് എഴുതണം എന്ന് ആലോചിച്ചാൽ പോലും. പക്ഷേ എഴുത്തെന്ന് പറഞ്ഞാൽ അതിപ്പം പത്രപ്രവർത്തനമാണെങ്കിലും ശരി, നോവൽ കഥ എഴുതുന്നത്, നോവൽ എഴുതുന്നത് ഒക്കെ ആണെങ്കിലും ശരി, എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ ആ എഴുതുന്ന സമയത്ത് വേറൊരു ലോകത്തായിരിക്കും അവരെന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. കാരണം അവരെ ഉപേക്ഷിക്കപ്പെട്ടിട്ട് ആ ശരീരം മാത്രം അവിടെ വെച്ചിട്ട് മറ്റൊരു ലോകത്തേക്ക് പോയിട്ടാണ് എഴുത്തുകാരൻ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഏറ്റവും മനോഹരമായ 4 രചനകൾ ഏറ്റവും മനോഹരമായ കവറോടുകൂടി കണ്ടൻറ്റോടുകൂടി ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി പാപ്പാത്തിക്ക് വലിയ ഒരു ഇടമാണ് ബുക്ക് പബ്ലിഷേഴ്സിൻ്റെ ഇടയിൽ. നല്ല മനോഹരമായ ഒരുപാട് കൃതികൾ, ഒരുപാട് രചനകൾ നമുക്ക് കേരളത്തിൽ സംഭാവന നൽകിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഈ ഒരു അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി വന്ന് ഏറ്റവും മനോഹരമായ 4 ബുക്കുകൾ വായനക്കാർക്ക് വേണ്ടി നൽകിയതിന് എൻ്റെ രചയിതാക്കളെയും എല്ലാം തീർച്ചയായിട്ടും നിങ്ങളോടെല്ലാമുള്ള സ്നേഹം അറിയിക്കുന്നു. പാപ്പാത്തി ഒരുപാട് ഇനിയും ഉയരങ്ങളിലേക്ക്, മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് വായനയുടെ നല്ല അനുഭവമായി പാപ്പാത്തിക്ക് എത്താൻ കഴിയട്ടെ. സന്ദീപിനും എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു. ഹൃദയത്തിൻ്റെ ഭാഷയിൽ ചേർത്ത് നിർത്തിയതിന് ഒരുപാട് നന്ദി ചേച്ചി. അടുത്തതായിട്ട് ഈ വേദിക്ക് ആശംസ പറയാൻ വേണ്ടി നമുക്ക് ഇനി ഒരു മാക്സിമം പോയി ഒരു 4 മിനിറ്റ് കൂടെ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ആശംസ പറയാൻ വേണ്ടി രാഹുലിനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ക്ഷണിക്കുന്നു. തുടർച്ചയായിട്ട് രണ്ടാമത്തെ പരിപാടിയിലും 1 മിനിറ്റിൽ അവസാനിപ്പിക്കുകയാണ്. വി ഗംഗാധർ എന്ന എഴുത്തുകാരൻ്റെ വളരെ ശ്രദ്ധേയമായൊരു നിരീക്ഷണമുണ്ട്. ഇന്ത്യൻ സാഹിത്യത്തിലെ ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങളിൽ ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ അത് ചരിത്ര നോവൽ എഴുതുന്ന ഏറ്റവും മികച്ച എഴുത്തുകാരൻ ആരാണ് എന്ന ചോദ്യമാണ്. അതിനുത്തരമായി അദ്ദേഹം പറയുന്നത് കൽക്കിയെയാണ്. ആ കൽക്കിയുടെ ഒരു പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മോഹൻലാൽ എന്ന നടന വിസ്മയം,
അതിനെ കവിതയുമായി എങ്ങനെ ബന്ധിപ്പിക്കാൻ, കവിതയെ നമ്മൾ ഈ കാലത്ത് വളരെ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ളൊരു ഡിസ്കോഴ്സായിട്ടാണ് കാണുന്നത്. ആ നിലയിൽ ഒരു ഒരു നമ്മൾ അഭിനയത്തെ കവിതയുമായി പലപ്പോഴും ബന്ധപ്പെടുത്തി പറയാറുണ്ട്. ആ നിലയിലുള്ളൊരു പുസ്തകം സിദ്ദിഖ് സാറ് ഇവിടെ സമ്മാനിക്കുന്നുണ്ട്. അതുപോലെ ജയദേവ് മാഷ് കവിതകൾ കൊണ്ട്, കവിതയുടെ ഭാഷയുടെ ക്രാഫ്റ്റിൻ്റെ ഭംഗി കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ 2 പുസ്തകങ്ങൾ, ഇൻഗുലാബ് ഉൾപ്പെടെയുള്ള 2 പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നുണ്ട്. എല്ലാ പുസ്തകങ്ങൾക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നന്ദിയിലേക്ക് കിടക്കുകയാണ്. പ്രിയപ്പെട്ട സിദ്ദിഖേട്ടനെ പ്രിയമുള്ളവരെ, ഈ സമയം ഇങ്ങനെ നോക്കി സംസാരിക്കുന്നത് ഒരു വലിയ പ്രതിസന്ധിയാണ്. കഴിഞ്ഞ പുസ്തക പ്രകാശനത്തിന് എനിക്ക് പകരം രഹിനയാണ് പങ്കെടുത്തത്. ഇന്നും അങ്ങനെ പങ്കെടുക്കേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നതെങ്കിലും ഇവിടെ എത്തുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിലും വലിയ സന്തോഷത്തോടെയാണ് ഈ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെട്ടത്. ബഹുമാനപ്പെട്ട MLA പ്രതിഭ സഖാവ് അദ്ദേഹം അത് പ്രകാശനം ചെയ്തു. സ്നേഹം നിറഞ്ഞ ജയേട്ടൻ അത് സ്വീകരിച്ചു. അത് അവിചാരിതമായി സംഭവിച്ച ഒരു കൂടിച്ചേരലാണ്. അതിനിടയിൽ നിൽക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. മോഹൻലാൽ എന്ന മലയാള കവിത നിങ്ങൾ തീർച്ചയായിട്ടും വായിക്കും എന്നെനിക്കറിയാം. അതിലുള്ള സന്തോഷം ഈ പുസ്തകത്തോടൊപ്പം എൻ്റെ മറുമൊഴിയായി ഞാൻ പറയുകയാണ്. അദ്ദേഹം ഒരു അഭിനേതാവായി തീർന്നില്ലായിരുന്നെങ്കിൽ ആരായി മാറുമായിരുന്നു എന്ന് ഇടക്കിടയ്ക്ക് ഞാൻ ആലോചിക്കാറുണ്ട്. ഇപ്പോഴും ഞാൻ ഈ പ്രകാശനത്തിന് വന്നത് അദ്ദേഹം പഠിച്ച് എല്ലാ കളികളും കളിച്ച് നടന്ന മോഡൽ സ്കൂളിൻ്റെ ഫ്രണ്ടിലൂടെയാണ്. ഓട്ടോയിൽ ഓടി വരികയായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചു, മോഹൻലാൽ പഠിച്ചിറങ്ങിയ സ്ഥലം, അദ്ദേഹവും പ്രിയദർശൻ അടക്കമുള്ളവരും ഭക്ഷണം കഴിച്ച കോഫി ഹൗസിൽ 23-ാം നമ്പർ ടേബിളിൽ പലരും പോയിരുന്ന് കഴിച്ചിട്ടുണ്ട് മോഹൻലാൽ ആവാൻ വേണ്ടി. കുറച്ച് പേർ പ്രിയദർശനാവാൻ വേണ്ടി, ചിലർ ശ്രീകുമാർ ആവാൻ വേണ്ടിയൊക്കെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച ഓർമ്മകൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ വലിയ മനുഷ്യൻ, അഭിനേതാവായില്ലായിരുന്നെങ്കിൽ ആരായി തീരുമായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ ഒരു കവിയായി തീരാൻ സാധ്യതയില്ലേ എന്ന് വെറുതെ ഒരു തമാശയ്ക്കൊക്കെ ആലോചിച്ചതിൻ്റെ ഒരു പ്രസ്ഫുരണം തീർച്ചയായിട്ടും ഈ പുസ്തകത്തിൽ എവിടെയൊക്കെ ഉണ്ട്. മറ്റൊന്ന് അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കഴിഞ്ഞ കുറേ നാളുകളായി ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു പുസ്തകം മെമ്മേഴ്സ്, ഡ്രീംസ് ആൻഡ് റിഫ്ലക്ഷൻസ് എന്ന യുങ്ങിൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ പുസ്തകമാണ്. അതിൽ അദ്ദേഹം ഒരു മൂപ്പനെ കാണാൻ പോകുന്നതും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് വെള്ളക്കാരുടെ തലച്ചോറിനേക്കാൾ നമ്മുടെ ഹൃദയമാണ് നല്ലത് എന്നും പറയുന്ന ഒരു മൊമെൻ്റ് ആവർത്തിച്ച് ഞാൻ പ്രസംഗത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഈ മൊമെൻ്റ് യുങ്ങിൻ്റെ ശിഷ്യനായിട്ടുള്ള എറിക് ന്യൂമാൻ, വേണമെങ്കിൽ ന്യൂമാൻ്റെ ശിഷ്യനായിട്ടുള്ള ബ്രാഡ്ലി സായിബ്, ആ സായിബിൻ്റെ ശിഷ്യനായ മോഹൻലാലിൻ്റെ ഡോക്ടർ സണ്ണി എന്ന് മണിച്ചിത്രത്താഴിലെ കഥാപാത്രത്തെ ഒക്കെ ചേർത്ത് വായിക്കാൻ പറ്റുന്ന കുറേ അന്വേഷണങ്ങൾ ഇതിലെവിടെയൊക്കെയോ ഉണ്ട് എന്നുള്ളത് ഈ ചെറിയ സമയത്തിനുള്ളിൽ പറയാൻ ഞാൻ ശ്രമിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷം. ഇത് പ്രസിദ്ധീകരിച്ച പാപ്പാത്തിക്ക് നന്ദി. ഈ പുസ്തകത്തിലെ കോണ്ടന്റിനെ ഒരു ലേഖന രൂപത്തിൽ ആദ്യം പ്രസിദ്ധീകരിക്കുകയും ഒരുപാട് പേരുടെ അടുത്തത് എത്തിക്കുകയും ചെയ്ത മാതൃഭൂമി ആഴ്ചപ്പതിപ്പിനും സുഭാഷ് ചന്ദ്രനും പ്രിയപ്പെട്ട ശ്രീകുമാർ സാറിനും അടക്കമുള്ള നന്ദി കൂടി പറഞ്ഞു നിർത്തുന്നു. നമസ്കാരം. അടുത്തതായിട്ട് ജയദേവേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുസ്തകങ്ങളെക്കുറിച്ച് അധികം പറയാനില്ല. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ ഒരു 40ാമത്തെ എങ്ങാണ്ട് പുസ്തകമാണ് ഇപ്പോൾ ഇറങ്ങുന്നത് ഈ 2 പുസ്തകങ്ങളായിട്ട്. അതിലാകെ 1-2 പുസ്തകത്തിന് മാത്രമേ പ്രകാശന ചടങ്ങ് സംഭവിച്ചിട്ടുള്ളൂ. കാരണം പ്രകാശനം നടന്ന സമയത്ത് ഞാൻ സ്ഥലത്തുണ്ടാവാറില്ല. പക്ഷെ ഇപ്പോൾ പാപ്പാത്തി സന്ദീപിൻ്റെ കടുത്ത നിർബന്ധത്തോടെന്നാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. പുസ്തകങ്ങളെക്കുറിച്ച് ഞാൻ അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല. നോവൽ ഒരു ഫാഷിസ്റ്റ് കാല രചനയിൽ എങ്ങനെയാണ് അതിജീവനം സാധിക്കുന്നത് എന്നുള്ള ഒരു ഫിക്ഷനാണ്. രണ്ടാമത്തേത് യാത്രാവിവരണമാണ്. ആ യാത്രാവിവരണത്തിൽ ഞാനൊരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഇത് വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ യാത്രകളിൽ വഴിവിട്ട് പോയാൽ എനിക്ക് കുറ്റം ഞാൻ ഏറ്റെടുക്കുന്നതല്ല. അതുകൊണ്ട് നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട അരുണിനെ എത്രയും പെട്ടെന്ന് വാക്കുകൾ അവസാനിപ്പിക്കുക. വന്നവർക്കെല്ലാവർക്കും നന്ദി. എനിക്ക് എൻ്റെ പുസ്തകത്തെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അത് കൽക്കിയുടെ നോവലാണ്. അത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ സന്ദീപ് പറഞ്ഞ പോലെ ഞാൻ ആഫ്രിക്കൻ നോവൽ അല്ല അടുത്തായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓപ്പസാദിൻ്റെ കഥകളാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നത്. നന്ദി. ഈ വേദിയിൽ മതിച്ചേട്ടൻ എത്തിയില്ലെങ്കിൽ
പുസ്തകം ഏറ്റുവാങ്ങണമെന്ന് ഒരുവളോട് പറഞ്ഞിരുന്നു. അവൾ ചായ കുടിച്ചിട്ട് ഇപ്പോഴാണ് എടുത്തിയേക്കുന്നത്. അവളോട് ഒരു 1/2 മിനിറ്റിൽ 2 വാക്ക് പറഞ്ഞ് നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കാൻ അവളെ ക്ഷണിക്കുന്നു. അവൾ എന്ന് പറയപ്പെട്ടവൾ ഞാനാണ്. എന്തെങ്കിലും അതിവിശിഷ്ടമായിട്ടുള്ള ഒരു ചടങ്ങ് മലയാള സാഹിത്യത്തിൽ എന്നല്ല ലോക സാഹിത്യത്തിൽ തന്നെ അടയാളപ്പെടുത്തേണ്ട പുസ്തകങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാമായിട്ട് പല വേദികളിലായിട്ട് പ്രകാശനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പാപ്പാത്തി പ്രസിദ്ധീകരിച്ച ഈ 4 പുസ്തകങ്ങൾക്ക് അതിൻ്റെതായ ഇടം കൃത്യമായിട്ടുണ്ട്. 4 പേരും എല്ലാവർക്കും പരിചിതരായ 4 പ്രമുഖ എഴുത്തുകാർ തന്നെയാണ്. ഈ പുസ്തകങ്ങൾ ഏറെ വായിക്കപ്പെടട്ടെ എന്നും ഈ കേട്ടിരിക്കുന്നവരും കണ്ടിരിക്കുന്നവരുമായ എല്ലാവരും പുസ്തകങ്ങൾ വാങ്ങി വായിക്കണം എന്നും മാത്രം പറഞ്ഞുകൊണ്ട് ചടങ്ങിൽ പങ്കെടുത്തവരും ഒപ്പം കേൾക്കുന്നവരുമായ ഇനി ഇത് ദൃശ്യമാധ്യമങ്ങളിലൂടെ കേൾക്കാനിരിക്കുന്നവരുമായ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹപൂർവ്വം നിർത്തുന്നു. നന്ദി.